ലോകരാജ്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികളിലും യുദ്ധഭീതിയിലും ഉഴലുമ്പോൾ ഇന്ത്യയെ കാത്ത് ഒരു വമ്പൻ സന്തോഷ വാർത്ത എത്തുകയാണ്. ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിയുന്നു. വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് അഥവാ WTI ക്രൂഡ് ഓയിൽ വില ബാരലിന് $70 താഴേക്കും ബെൻ ക്രൂഡ് $73 താഴേക്കും കൂപ്പുകുത്തിയിരിക്കുകയാണ്. വിതരണ തടസ്സങ്ങളെക്കുറിച്ചുള്ള ആഗോള ഭീതി ഒഴിഞ്ഞതോടെയാണ് ഈ വിലയിടിവ്. എന്നാൽ ഇത് ഇന്ത്യയെ സംബന്ധിച്ച ഒരു ബമ്പർ ലോട്ടറി തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ എണ്ണ വിലയിലെ ഈ ഇടിവ് നമ്മുടെ ഇറക്കുമതി ചെലവ് കുത്തനെ കുറയ്ക്കും. ഇത് രാജ്യത്തിന്റെ കറണ്ട് അക്കൗണ്ട് കമ്മി അടക്കം കുറയ്ക്കാൻ സഹായിക്കും. കറണ്ട് അക്കൗണ്ട് കമ്മി എന്നാൽ രാജ്യം കയറ്റുമതിയിലൂടെ നേടുന്നതിനേക്കാൾ കൂടുതൽ പണം ഇറക്കുമതിക്കായി ചെലവാക്കുന്ന അവസ്ഥയാണ്. എണ്ണവില കുറയുമ്പോൾ നമ്മൾ വിദേശത്തേക്ക് നൽകേണ്ട വലിയൊരു തുക ലാഭിക്കാനും അതുവഴി രാജ്യത്തിന്റെ ഈ സാമ്പത്തിക ഭാരം കുറയ്ക്കാനും സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എണ്ണവില കുറയുന്നത് അതുവഴി രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാകും എന്നതാണ്. ഗതാഗത ചരക്ക് നീക്ക ചെലവുകൾ കുറയുന്നതോടെ ആവശ്യ സാധനങ്ങളുടെ വിലയും താഴേക്ക് വരും. ഓഹരി വിപണിയിലെ സാധാരണ നിക്ഷേപകർക്കും ഇതൊരു സുവർണാവസരമാണ്. എണ്ണവില കുറയുന്നത് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്കും പെയിന്റ് നിർമ്മാണ കമ്പനികൾക്കും വലിയ ലാഭമുണ്ടാക്കി കൊടുക്കും. ഈ സാമ്പത്തിക നേട്ടം കേന്ദ്ര സർക്കാർ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ വരും നാളുകളിൽ രാജ്യത്ത് വൻ സാമ്പത്തിക കുതിച്ചുചാട്ടം ഉണ്ടാകും. എന്നാൽ ഈ സാമ്പത്തിക നേട്ടങ്ങൾക്കിടയിലും നമ്മുടെ ലോട്ടറി തട്ടിയെടുക്കാൻ വില്ലനായി നിൽക്കുന്നത് മറ്റാരുമല്ല, കരുത്താർജിക്കുന്ന അമേരിക്കൻ ഡോളർ തന്നെയാണ്. എണ്ണവില കുറയുന്നുണ്ടെങ്കിലും ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുള്ള ചാഞ്ചാട്ടം ചെറിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഡോളർ കരുത്താർജിക്കുന്നത് നമ്മുടെ ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ പണം ഇറക്കാൻ ചെറിയൊരു മടി കാണിക്കുന്നുണ്ട്. എണ്ണവിലയിലെ ഇടിവ് നൽകുന്ന ആശ്വാസത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഡോളറിന് കഴിയില്ലെങ്കിലും വരും ദിവസങ്ങളിൽ ഡോളറിന്റെ മൂല്യം താഴേക്ക് വന്നാൽ മാത്രമേ ഇന്ത്യക്ക് ഈ ലോട്ടറിയുടെ പൂർണ്ണമായിട്ടുള്ള ഗുണം ലഭിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തെ ഭയക്കുമ്പോഴും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കരുത്തോടെ മുന്നോട്ട് കുതിക്കുകയാണ്. എണ്ണവിലയിലെ ഈ കുറവ് താൽക്കാലികമാണോ അതോ ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതാണോ എന്നാണ് ഇനി നിക്ഷേപകർ ഉറ്റുനോക്കുന്നത്. ഡോളർ ദുർബലമാവുകയും എണ്ണവില ഇതേ നിലയിൽ തുടരുകയും ചെയ്താൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും ഓഹരി വിപണിയെയും കാത്തിരിക്കുന്നത് ഒരു സുവർണ കാലം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.